This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman. മൂന്നാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ കൊട്ടിക്കലാശത്തിലേക്ക് നാം കടക്കുമ്പോൾ വളരെ ധന്യമായ ഒരു മുഹൂർത്തത്തിന് നാം വീണ്ടും സാക്ഷ്യം വഹിക്കുകയാണ്. പ്രത്യേകിച്ച് മാക്ബത്ത് പബ്ലിക്കേഷൻസിൻ്റെ അരിക്കൊമ്പൻ ശ്രീ ഗിരീഷ് പെരുവയൽ എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശനമാണ്. ഇത് പറയുമ്പോൾ മാക്ബത്തിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാതെ വയ്യ. പിറവിയെടുത്തിട്ട് 4 വർഷമേ ആയുള്ളൂവെങ്കിലും ഈ 4 വർഷവും തങ്ങളുടേതായ ഒരു പങ്കാളിത്തം കൊണ്ട് വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ ഷഹനാസിനും സംഘത്തിനും ആയിട്ടുണ്ട്. സമ്പൂർണമായും സ്ത്രീ ശാക്തീകരണമായി പ്രവർത്തിക്കുന്ന മാക്ബത്ത് പബ്ലിക്കേഷൻസ് ഏതാണ്ട് 200ഓളം ടൈറ്റിലുകൾ ഈ 4 വർഷത്തിനകം, അതിൽ 100ഓളം ടൈറ്റിലുകൾ ഇവിടെ ഷാർജയിൽ തന്നെ പ്രകാശനം ചെയ്യാൻ സാധിച്ചു എന്നത് ഇവരുടെ തൊപ്പിയിലെ ഒരു പൊൻതൂവൽ തന്നെയാണ്. അതുപോലെ തന്നെ ജില്ലാ ലൈബ്രറി കൗൺസിൽ, നിയമസഭ, പുസ്തകമേള എന്നിവിടങ്ങൾക്ക് കൃത്യസമയത്ത് തന്നെ പങ്കാളിത്തം ഉറപ്പിക്കാൻ മാക്ബത്തിനായിട്ടുണ്ട്. ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇതിന്റെ ആമുഖ ഭാഷണത്തിനായി മാക്ബത്തിന്റെ സാരഥി ശ്രീ എം എ ഷഹനാസിനെ സവിനയം ക്ഷണിക്കുന്നു. പ്ലീസ്. നമസ്കാരം. മാക്ബത്ത് പബ്ലിക്കേഷൻസിന് ഈ വർഷം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഇനി പ്രകാശനം ചെയ്യാനുള്ള 2 പുസ്തകങ്ങളിൽ ഒന്നാണ് പ്രിയപ്പെട്ട കവി ഗിരീഷ് പെരുവയൽ എഴുതിയിട്ടുള്ള അരിക്കൊമ്പൻ എന്ന് പറയുന്ന കവിത. അരിക്കൊമ്പൻ എന്ന പേര് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്താണ്, ഏതാണ് എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾക്കറിയാം. അരിക്കൊമ്പൻ എന്ന ആനയെക്കുറിച്ചുള്ള ഒരു കവിത തന്നെ വളരെ മനോഹരമായിട്ട് ശ്രീ ഗിരീഷ് പെരുവയൽ ഈ കവിതാ സമാഹാരത്തിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ കവിതാ സമാഹാരം പരിചയപ്പെടുത്താൻ എത്താനുള്ളത് PK അനിൽകുമാർ സാറാണ്. സാറിനെ ഈ തിരക്കിൽ എവിടെയും നോക്കിയിട്ട് കാണുന്നില്ല. സത്യത്തിൽ അദ്ദേഹം വരുമെന്ന് വിചാരിക്കുന്നു. പ്രകാശന ചടങ്ങാകുമ്പോഴേക്കും വരുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് കവിതകളാണ് ഈ കവിതാ സമാഹാരത്തിൽ എഴുതിയിട്ടുള്ളത്. പക്ഷെ കവിതയോടൊപ്പം തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കവിതകൾ മാത്രം എഴുതി പോകുന്നതിനോടൊപ്പം അതിനൊരു ഡിസ്ക്രിപ്ഷൻ കൂടി കവി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇതിൽ എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു കവിതയുണ്ട്. ഞാനത് എഴുത്തുകാരനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്ക് എഴുതുന്ന ഒരു കത്ത്, ഒരു കവിത. അത് വായിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ആ കവിത എനിക്ക് ഉറപ്പാണ് PK വന്നിട്ടുണ്ടെങ്കിൽ PK ഉറപ്പായിട്ടും ആ കവിത ഇവിടെ പരിചയപ്പെടുത്തും. നമുക്ക് കൂടുതൽ സമയമില്ലാത്തതിനാൽ നമുക്ക് ആദ്യം പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് തന്നെ കിടക്കാം. പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടി അൻവർക്കയ്ക്ക് അതിൻ്റെ പ്രിയമുള്ളവരെ, ധന്യമായ ഈ മുഹൂർത്തത്തിലേക്ക് തന്നെ നമുക്ക് എടുക്കാം. അരിക്കൊമ്പൻ ഇതാ വെളിച്ചം കാണാൻ പോവുകയാണ്. ഇത് പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ യുവയുടെ സാംസ്കാരിക മണ്ഡലത്തിലെ നിറസാന്നിധ്യമായ KPK വേഗരയാണ്. ഇത് ഏറ്റുവാങ്ങുന്നത് തന്നെ അതുപോലെ സവിശേഷമായ ഒരു വ്യക്തിത്വമാണ്. ശ്രീ വെള്ളിയോട് ഇരുവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു. കൂടെയുള്ളവരും പ്ലീസ് ഒരു ക്ലാപ്പ്. ഓക്കെ, താങ്ക് യു KPK വേഗര ആൻഡ് വെള്ളിയോട്. പ്രകാശന കർമ്മം നിർവഹിച്ച ശ്രീ KPK വേഗര സർ പ്ലീസ്. ശ്രീ അനിൽകുമാറാണ് ഈ പുസ്തകത്തെ പരിചയപ്പെടുത്താനിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞാൽ ബുദ്ധിമുട്ടാകും. നമ്മുടെ സമയം വളരെ അദ്ദേഹത്തിന് ഇതുവരെ കാത്തു നിന്നാണ് നമ്മൾ ഇവിടെ. മാക്ബത്തിന്റെ സാരഥി പറഞ്ഞതുപോലെ അരിക്കൊമ്പൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് അതെന്ന് ആ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിന് സുപരിചിതമായ ഒരു കഥ. പക്ഷെ ഈ അരിക്കൊമ്പന്റെ പേര് വളരെ പ്രതീകാത്മകമായിട്ടാണ് അദ്ദേഹം ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്.
എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കവിതാ സമാഹാരമാണ്. ആദ്യത്തേത് പുള്ളി വെരുക് എന്നാണ്. അപ്പോൾ പുള്ളി വെരുക് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് അരീക്കൊമ്പനാണ്. ഇത് രണ്ടും വന്യജീവികളുടെ പേരാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം വന്യജീവികളുടെ പേര് പുസ്തകത്തിന് ശീർഷകമായി കൊടുക്കുന്നത് എന്ന് ആലോചനാമൃതമാണ്. അതൊക്കെ ഒരു കേവലതയായി നമുക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അതിനകത്ത് ദുരൂഹമായ എന്തോ ഒന്ന് അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിന്റെ പൊരുളും. അരീക്കൊമ്പന്റെ കഥയ്ക്കും അപ്പുറം അതിലെ കവിതാംശങ്ങളൊക്കെ എനിക്ക് വളരെ വ്യക്തമായി അറിയാം. ശ്രീമാൻ അനിൽകുമാർ അത് ഇവിടെ നിങ്ങൾക്ക് സൂചിപ്പിക്കണം. അത് വളരെ മനോഹരമായിരുന്നു. ഞാനതിന്റെ ഇത് ഉദ്ദേശിക്കുന്നത് വന്യജീവികളുടെ അല്ലെങ്കിൽ ഈ കൊമ്പന്റെ അവർ കാടുകളിൽ പോയി അവരെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് നമ്മളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും അതോടൊപ്പം ആ കാടിന്റെ അവരുടെ സ്വൈര്യ വികാരവും അവരുടെ മൗലികമായ ജീവിതവും സ്വാതന്ത്ര്യവും നിഗദിച്ചുകൊണ്ടുള്ള ഒരു അധിനിവേശ സംസ്കാരം. ഡോക്ടർ രാമറിന്റെ ഒരു പുസ്തകത്തിൽ പറയുന്നത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം തന്നെയാണ് എഴുതിയെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു കന്യാവനം എന്ന് പറഞ്ഞാൽ ആരും ഇതുവരെ സ്പർശിക്കാതെ കടന്നു ചെല്ലാത്ത ഒരു വനത്തിൽ ഒരു മനുഷ്യൻ കടന്നു ചെല്ലുകയാണ്. അപ്പോൾ ചെറിയ മരങ്ങൾ വലിയ മരത്തോട് ചോദിച്ചു, ഇതാ ആരോ ഒരാട് വന്നിട്ടുണ്ട്. അപ്പൊ വലിയ മരം പറഞ്ഞ് പേടിക്കാനില്ല, അതൊരു മനുഷ്യനാണ്, അയാൾ കടന്നുപോയി. ഒന്നും മുദ്രയിക്കുന്നില്ല, നിങ്ങൾ ഭയപ്പെടാനില്ല. രണ്ടാമത്തെ തവണ വന്നപ്പോൾ പറഞ്ഞു, ദാ അയാൾ വീണ്ടും വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് പേടിയാവുന്നു. എന്തിനാണ് രണ്ടാമത്തെ തവണ വന്നത്? നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കോടാലിയുണ്ട്. സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് പറഞ്ഞു, അതൊരു കോടാലിയാണ്, കുഴപ്പമൊന്നുമില്ല, അതിന് പിടിയൊന്നുമില്ല. മൂന്നാമത്തെ തവണ വന്നപ്പോൾ വീണ്ടും അയാൾ ചെറിയ മരങ്ങൾ പറഞ്ഞു, ഇതാ അദ്ദേഹം വീണ്ടും വന്നിട്ടുണ്ട്. സൂക്ഷ്മമായി നോക്കുമ്പോൾ ഒരു കോടാലി, ആ കോടാലിക്ക് തള്ള അതിന്റെ പിടിയൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു, ഇനി ഭയപ്പെടണം, കാരണം നമ്മളിൽ ആരോ ഒരാൾ അതിന് ഇരയായിട്ടുണ്ട്. ഇതാണ് ഒരു കഥ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാം, വേട്ടക്കാരനും ഇരയും ഒന്നാവുന്ന ഒരിടത്ത് സമൂഹത്തിലുണ്ടാകുന്ന അസ്വാസ്ഥ്യം നമുക്ക് വർണ്ണനാതീതമാണ്. ആ ഒരു ധ്വനിയാണ് യഥാർത്ഥത്തിൽ ഈ അരീക്കൊമ്പൻ എന്ന് പറയുന്ന കഥയിലൂടെ അനാവരണം ചെയ്യുന്നത്. അത് മാത്രമല്ല, അധിനിവേശ സംസ്കാരത്തിന്റെ, അധിനിവേശം എന്ന് പറഞ്ഞാൽ ഇവിടെ മുതലായി നമ്മുടെ ഇതിഹാസ പുരാണ ഇതിഹാസങ്ങൾ ഉൾപ്പെടെ അതിന്റെ രചന മുതൽ ആരാണ് ഇതൊക്കെ രചിച്ചത്? പക്ഷേ അത് ആരാണ് അതിന്റെ അധീശന്മാരായി മാറിയിരിക്കുന്നത്? ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? നമുക്ക് വസ്ത്രം, നമ്മുടെ വസ്ത്രത്തിൽ, ഭാഷയിൽ, വേഷത്തിൽ, സകലത്തിലും അധിനിവേശത്തിന്റെ അക്രാന്തങ്ങളാണ്, അല്ലേ? നമ്മൾ എന്ത് ചെയ്യണമെന്ന് നിശ്ചയിക്കുന്നത് നമ്മളെക്കാൾ മറ്റുള്ളവരാണ് എന്നൊരവസ്ഥ വരുമ്പോൾ അധിനിവേശത്തിന്റെ മറ്റൊരർത്ഥം ഏകാധിപത്യം എന്ന ഏറ്റവും സങ്കീർണമായ പ്രശ്നമാണ്. അത്തരം ഒരു സങ്കീർണമായ പ്രശ്നത്തിലേക്ക് കുഞ്ഞു കുഞ്ഞു വരികൾ കൊണ്ട് അദ്ദേഹം അടയാളപ്പെടുത്തുകയാണ് അരീക്കൊമ്പനിലൂടെ. എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ റൂമിലുള്ള അദ്ദേഹം മിഞ്ഞാന്നൊരു കവിത എഴുതി. ഞാനിവിടെ പറഞ്ഞോന്ന് എനിക്കറിയില്ല, മെമ്മറിയിൽ ചെറിയ പ്രശ്നമുണ്ട്. ചെറിയ കവിതയാണ്. പുരവന്ന രാന്നാണ് ആ കവിതയുടെ പേര്. പുരവന്നപ്പോഴാണ് മുറ്റമുണ്ടായത്, പറമ്പ് മാറിയൊരു മുറ്റമുണ്ടായത്. അങ്ങനെ ഓരോന്നും ഏറ്റവും ഒടുവിൽ വന്ന് വര വന്നപ്പോഴാണ് അതിരുകൾ ഉണ്ടായത്. വര വന്നപ്പോഴാണ് അതിരുകൾ ഉണ്ടായത്. ഒരു വരിയിൽ, ഒരു വാക്കിൽ ഒരു വലിയ ആശയത്തെ സന്നിവേശിപ്പിക്കാൻ കഴിയുക എന്നതാണ് കവിതയുടെ ധർമ്മം. അരീക്കൊമ്പൻ എന്ന ഈ കവിതകളിലൂടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സാക്ഷാത്കരിച്ചതും ഈ വലിയ കുഞ്ഞു കുഞ്ഞു ആശയങ്ങളെ, വലിയ കുഞ്ഞു കുഞ്ഞു വരികളിലൂടെ വലിയ വലിയ ആശയങ്ങളെ അനാവരണം ചെയ്യാൻ അതിസൂക്ഷ്മമായ ഒരു എഴുത്ത് വഴിയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. തീർച്ചയായും അദ്ദേഹത്തെ ഞാൻ ഏറെ ശ്ലാഘിക്കുന്നു. ഇനിയും ഈ രംഗത്ത് ഒരുപാട് കവിതകൾ അദ്ദേഹത്തിന് എഴുതാൻ, എല്ലാം വന്യജീവികളുടെ പേരെന്നെ എഴുതണമെന്നില്ല. ഇനി എന്തായാലും അത് തീർച്ചയായും എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യമാണ്. വളരെ സാമൂഹ്യ പരിഷ്കരണത്തിന് ഉതകുന്ന എഴുത്തു വഴികൾ സ്വീകരിക്കുക എന്നതാണ് നമ്മുടെ ഈ വർത്തമാനകാലത്തിന്റെ കാലഘട്ടം ആവശ്യപ്പെടുന്നത്.
അത് സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. പുസ്തകത്തെ പറ്റി ആധികാരികമായി സംസാരിക്കാനും പുസ്തക പരിചയത്തിനും ശ്രീ പി കെ അനിൽകുമാർ സർ പ്ലീസ്. സമാനകഥയിലെ പ്രിയപ്പെട്ട കവി, കൃത്യം പറഞ്ഞാൽ 1854 ജനുവരി മാസത്തിലാണ് ചരിത്രത്തിലെ ആദ്യത്തെ ഹരിത ഭാഷണം, പരിസ്ഥിതി ഭാഷണം ലോകം കാതോർത്തത്. അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസിന്റെ ഗോത്രത്തലവനായ ചീഫ് സിയാറ്റിൻ തങ്ങളുടെ ഭൂമി വാങ്ങുവാൻ വന്ന കൊളോണിയൽ ശക്തികളോടാണ് ആ ഭാഷണം നടത്തിയത്. യഥാർത്ഥത്തിൽ അമേരിക്ക എന്ന് പറയുന്നത് നാം ഇന്ന് കാണുന്ന ട്രംപിന്റെയോ ജോർജ് ബൈഡന്റെയോ മുൻഗാമികളുടേതല്ല. അമേരിക്ക റെഡ് ഇന്ത്യൻസ് എന്ന ഗോത്രവർഗത്തിൻ്റെതായി. ഈ റെഡ് ഇന്ത്യൻസിന്റെ ഗോത്ര ഭൂമി വാങ്ങുവാൻ വന്ന കൊളോണിയൽ സൈനിക മേധാവിയോട് ചീഫ് സിയാറ്റിൻ ഗോത്രത്തലവൻ നടത്തിയ മറുമൊഴികളാണ് ചരിത്രത്തിലെ ആദ്യത്തെ ഹരിത ഭാഷണം. ഗോത്രത്തലവൻ ചോദിച്ചത്, ഞങ്ങളുടെ ഭൂമി, ഈ വായുവിന്റെ ഉർവരതയിലെ ജലത്തിളക്കം ഞങ്ങൾക്ക് സ്വന്തമല്ലാത്തിടത്തോളം നിങ്ങൾക്കതെങ്ങനെ വാങ്ങുവാൻ കഴിയും? ഈ മണ്ണിലെ പൂക്കൾ ഞങ്ങളുടെ പ്രജ്ഞയുടെ ഭാഗമാണ്. അവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. ഈ ജ്വലിച്ചു തിളയ്ക്കുന്ന പെരുന്തേനരുവികളും പുഴയും ഞങ്ങൾക്ക് കേവലം ജലമല്ല, മറിച്ച് അത് ഞങ്ങളുടെ പൂർവസൂരികളുടെ രക്തമാണ് എന്നാണ് ആ ഗോത്രത്തലവൻ പറഞ്ഞത്. ഭൂമിയിലെ യഥാർത്ഥ ആദിമനിവാസികൾ, ന്യൂസിലൻഡിലെ മാവേലി വർഗക്കാർ, ഞങ്ങളുടെ മണ്ണിര പോലെ ഞങ്ങളുടെ ഭൂമി ഇഴഞ്ഞിഴഞ്ഞു പോകുന്നു എന്ന് വിലപിച്ച ആദിമനിവാസികളെ പലായനം ചെയ്യിച്ച് അവരുടെ വംശീയതയുടെ, അവരുടെ വംശകത്തിയുടെ നിലവിളിക്കുന്ന രക്തത്തിൽ ചവിട്ടിയാണ് ആധുനിക നാഗരികത പടുത്തുയർത്തപ്പെട്ടത്. അതുപോലെയാണ് കാടകം, കാട് ഒരു വലിയ ജൈവികമായ ആവാസ വ്യവസ്ഥയുടെ ഭാഗമായി കാടുകളെല്ലാം നാടായി മാറിയപ്പോ കാടകത്തിന്റെ വിശുദ്ധികൾ നാഗരികതകളിലേക്ക് ഇറങ്ങിയതിന്റെ താളപ്പിഴകളാണ് റേഷൻ കടയിലെ ചാക്കുകൾ അന്വേഷിച്ച് സഖിന്റെ മകൻ എന്ന് പറഞ്ഞ വിഖ്യാതമായ ഒരു കവിത മലയാളത്തിലുണ്ട്. അവർ ഇങ്ങോട്ടിങ്ങ് ഇറങ്ങി വന്നത്. അപ്പൊ ആ അരിക്കൊമ്പൻ അടക്കമുള്ള കൊന്നൊടുക്കപ്പെടുന്ന ജീവജാലങ്ങളും ഭൂമിയും ഒടുവിൽ പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് മർവാ മാൻസ് നിരീക്ഷിച്ചിട്ടുണ്ട്. ആ അരിക്കൊമ്പന്റെ നാഗരികതയിലേക്ക് കടന്നു വന്ന, കാട്ടിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ട ജീവജാലങ്ങളുടെ കരൾ വിലാപമാണ് ഈ അരിക്കൊമ്പൻ എന്ന് പറഞ്ഞ കവിതാ സമാഹാരത്തിൽ. അങ്ങനെ അരികുവൽക്കരിക്കപ്പെട്ടവർ, അത് ഇടിമുറിയിൽ പീഡനമേറ്റുവാങ്ങിയ സിദ്ധാർത്ഥനിലേക്ക് വരെ കടന്നു പോകുന്നുണ്ട്. അത് ബുദ്ധന്റെ വഴികളിലേക്കൊക്കെ കവി സഞ്ചരിക്കുന്നുണ്ട്. ആ അരിക്കൊമ്പനിലെ ആദ്യത്തെ വരി, ആനമുടി മലയിൽ ആർത്തനാദം ഇരമ്പുന്നു, നേർത്തുപോയ രമ്മതൻ രോദനമൂർത്തന്റെ മാനസം വിങ്ങുന്നു, ഇന്നു നിലവ് നാളാണ്, അമ്മ ചരിഞ്ഞോരിടത്തൽപ്പം ശയിക്കണം, മലഞ്ചരിവിലൊന്ന് ചായണം, നമസ്കരിക്കണം, പിഞ്ചു തുമ്പിക്കയ്യാൽ ആ മണ്ണിലൊന്ന് ഉമ്മ വെക്കണം. പിറന്ന മണ്ണു തേടി തൻ്റെ അമ്മമാർ പൂർവസൂരികൾ ഉറങ്ങുന്ന മണ്ണിലേക്ക് തിരിച്ചു വരാനുള്ള അരിക്കൊമ്പന്റെ ആഗ്രഹം യഥാർത്ഥത്തിൽ പിറന്ന മണ്ണിലേക്ക് മടങ്ങി വരുവാനുള്ള, ലോകത്തെ ആട്ടിയോടിക്കപ്പെട്ട, പലായനം ചെയ്യപ്പെട്ട മനുഷ്യരടക്കമുള്ള സകല ജന്തുജാലങ്ങൾക്കും ബാധകമാണ്. മറ്റൊന്ന് ഈ കവിയുടെ പ്രത്യേകത, വ്യത്യസ്തങ്ങളായ ഭൂഖണ്ഡങ്ങൾ തേടി ഞാൻ അലയാറുണ്ട്. പക്ഷെ ഞാൻ വീണ്ടും ഇവിടേക്കു തന്നെ തിരിച്ചു വരുന്നു. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞ് നിളാതടത്തിലേക്ക് മടങ്ങി വന്ന MD, ഇവിടെ എനിക്കൊരു വീടുണ്ടായിരുന്നു കായലോട് ഇണചേർന്ന് ചവറയെ കുറിച്ചെഴുതിയ ONV, നെല്ലിൻ തണ്ടു മണക്കും വഴികൾ എന്ന് പറഞ്ഞ കടമ്മലിട്ട അവരെല്ലാം അവരുടെ ഭൂമിയെ കുറിച്ച് അടയാളപ്പെടുത്തിയപ്പോൾ മലയാളത്തിൽ വയനാടിനെ കുറിച്ച് ഇന്നേ വരെ
ഒരു കവിത നാളിതുവരെയുള്ള പരിമിതമായ എൻ്റെ വായനയിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഈ വത്സല ടീച്ചർ നെല്ല് കുമ്മൻ കൊല്ലി തുടങ്ങിയ നോവലുകൾ എഴുതിയിട്ടുണ്ട്. ഇതാ വയനാടിനെ കുറിച്ചുള്ള ഒരു ഹൃദയ ഗീതമാണ് കരിന്തേളുകൾ എന്ന് പറഞ്ഞ ഈ കവിത. വളരെ മനോഹരമായ ഒരു ബിംബകൽപ്പനം. ഇസ്രാ പൗണ്ട് പറഞ്ഞിട്ടുണ്ട്, വായനക്കാരന്റെ മനസ്സിൽ എക്കാലവും തങ്ങി നിൽക്കാൻ കഴിയുന്ന ഒരു ബിംബം സൃഷ്ടിക്കാൻ കഴിയുന്നവനാണ് കവി. അതിനുദാഹരണമാണ് 9 വളവുള്ള ചുരത്തിന്റെ തുഞ്ചത്ത് പൂക്കോട് തടാകത്തിനപ്പുറം പൂവും കായും നീരും നിറഞ്ഞ അമൃതേകം പ്രകൃതിയായ അമ്മയുണ്ട്, ചുരമൊന്നു കയറിയാൽ ലക്കിടിക്കപ്പുറം കാണുന്നതോ തുടങ്ങി ഉള്ള സമകാലീന രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലാവണ്യാത്മകമായ ഒരു ഭാഷ ഈ കവിക്കുണ്ട്. പക്ഷേ മലയാളത്തിലെ നവീന ഭാവുകത്വത്തിന് മുൻപേ കയറാൻ ഈ ലാവണ്യാത്മകമായ ഭാഷ സ്വയം പുതുക്കിപ്പണിഞ്ഞു. അതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം, തൻ്റെ പിറന്ന മണ്ണിന്റെ ആഴങ്ങളിലേക്ക്, വേരുകളിലേക്ക്, പ്രകൃതിയിലേക്ക് നിന്നുകൊണ്ടാണ് ഈ കവി വാക്കുകൾ ഖനിജം ചെയ്തെടുക്കുന്നത്. അത്തരം പുതുക്കിപ്പണിയലുകളുടെ ഈ കവി മലയാള ഭാവനയുടെ സുഗന്ധമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ അലി മർസൽ. പുസ്തകം ഏറ്റുവാങ്ങിയ വെള്ളിയോടെ. പ്രിയപ്പെട്ട കവി ഗിരീഷ് പെരുവയലിൻ്റെ അരിക്കൊമ്പൻ എന്ന കവിതാ സമാഹാരം മാക്ബത്ത് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ ഇപ്പോൾ നമ്മുടെ പുസ്തക പരിചയം നടത്തിയ ശ്രീ അനിൽകുമാർ ആ കവിതയുടെ സവിശേഷതകളൊക്കെ ശ്രീ വളരെ മനോഹരമായിട്ട് തന്നെ പറഞ്ഞു. നെല്ലും വല്ലിയും ഒക്കെ വയനാടിനെ കുറിച്ച് പ്രതിപാദിച്ച നോവലുകളും കഥകളും ഒക്കെ ഉണ്ടാകുമ്പോൾ, ചെറുമിറങ്ങി വരുമ്പോൾ നർഷാത്മത്തിയുടെ കഥകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ആദ്യമായി വയനാടിൻ്റെ ചുരത്തെക്കുറിച്ച് ഒരു കവിത ഇപ്പോൾ ഇതിൽ നിന്ന് ഈ അരിക്കൊമ്പൻ എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് ശ്രീ അനിൽകുമാർ നമുക്ക് മുമ്പ് വായിച്ച് കേൾപ്പിച്ചു തന്നു. അപ്പോഴാണ് നമ്മുടെ കവിയുടെ ചുറ്റുപാടുകളെ കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ എത്രത്തോളം ആഴമുള്ളതും സൗന്ദര്യാത്മകമാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്നേഹവും കരുണയും എന്നൊക്കെ പറയുന്നത് പോലെ മനുഷ്യന് ഉണ്ടായിരിക്കേണ്ട മറ്റൊരു വൈകാരിക തലമാണ് ഭൂതദയ എന്ന് പറഞ്ഞത്. ഭൂതദയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ആ സ്നേഹവും കരുണയും മനുഷ്യനോട് മാത്രമായിരിക്കില്ല, മറിച്ച് മനുഷ്യേതര ജീവജാലങ്ങളോടും കൂടി ഉണ്ടാകണം. അത്തരം മനുഷ്യേതര ജീവജാലങ്ങളോട് കൂടിയുള്ള കരുണ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് എല്ലാ ജീവികളെയും അത് തന്നോടൊപ്പം തന്നെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. ആ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് ഇതിലെ അരിക്കൊമ്പൻ എന്ന കവിത വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തിനാണ് അരിക്കൊമ്പൻ എന്ന ആ ഒരു ആനയുടെ മകൾ അമ്മയെ മറ്റുള്ളവർ കടന്നു വന്ന് അവരുടെ ആവാസ കേന്ദ്രങ്ങളിലേക്ക് മനുഷ്യർ അധിനിവേശം നടത്തി അവരുടെ എല്ലാം നശിപ്പിച്ച് അവരെ കൊന്നുകളയുമ്പോൾ അവരുടെ പൈതൃകങ്ങൾ, അവരുടെ കുഞ്ഞുങ്ങൾ എത്രത്തോളം വേദനിക്കുന്നു എന്നുള്ളത് മനുഷ്യേതര ജീവജാലങ്ങളുടെ വേദനയെ, അവരുടെ സങ്കടങ്ങളെ മനുഷ്യൻ്റെതിന് സമാനമായിട്ട് തന്നെ ആവിഷ്കരിക്കാൻ ഈ കവിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഇതിൻ്റെ വായനയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനെ ഒട്ടേറെ നല്ല കവിതകൾ, രാമായണവുമായി ബന്ധപ്പെട്ട ഒരു കവിതകൾ, ഭാരത ഹൃദയം എന്നൊരു കവിത ഇതിനകത്തുണ്ട്. ഇങ്ങനെ നല്ല നല്ല കവിതകൾ ഒരുപാട് ഈ പുസ്തകത്തിനകത്തുണ്ട്. മാക്ബത്ത് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിനും ഈ എഴുത്തുകാരനും എല്ലാവിധ ഭാവങ്ങളും നേടുന്നു. ഇനിയും ഒരുപാട് എഴുതാൻ ശ്രീ ഗിരീഷ് പെരുവേലിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. മറുമൊഴിക്കടക്കം 7 മിനിറ്റ് ബാക്കിയുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആശംസാ ഭാഷണത്തിനായി മാധ്യമപ്രവർത്തകൻ ഷാജി പുഷ്പാങ്കരനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഗിരീഷിൻ്റെ രണ്ടാമത്തെ കവിതാ സമാഹാരം സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളെല്ലാം കവിതയിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ ആഴത്തിലുള്ള ഒരു പഠനമെന്ന് വേണമെങ്കിൽ പറയാം. ഗിരീഷിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അതുപോലെ തന്നെ ഈ പുസ്തകം മാക്ബത്ത് പബ്ലിക്കേഷൻസിലുണ്ട്. എല്ലാവരും വാങ്ങണം. ഇവിടെ വന്ന് ഇതിനു വേണ്ടി പങ്കെടുക്കുന്നു. പക്ഷെ കവിത വാങ്ങുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഏറെ സ്നേഹം സർ. സുരേഷ് ബാബു. ഹലോ, പ്രിയ വിശിഷ്ടാതിഥികൾ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ, ആരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ സദസ്സിൽ കൂടിയ എല്ലാ വിശിഷ്ടാതിഥികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ ഞാൻ എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് ഇവിടെ കൂടിയ ഈ കവിതാ സംഹാരത്തിൻ്റെ പ്രകാശനത്തിലെ നാട്ടിൽ നിന്നെത്തിയ ഇതിൻ്റെ രചയിതാവായ മിസ്റ്റർ ഗിരീഷ് പെരുവിൽ
അദ്ദേഹം ഈ 3 ദിവസത്തേക്ക് വേണ്ടി ഈ ഒരു ഇതിനു വേണ്ടി വന്ന് പങ്കുചേർന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അദ്ദേഹത്തിന് ഈ കവിതാ പ്രകാശനത്തിൽ പങ്കുകൊണ്ടുകൊണ്ട് ഇത്രയും മനോഹരമായി ഈ കവിത രചിച്ച അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു. അദ്ദേഹത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് ഇനിയും നല്ല നല്ല കവിതകൾ എഴുതാനുള്ള സൗഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു. താങ്ക് യു. എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. എഴുത്തുകാരി ഹണി ഭാസ്കർ. ഞാൻ ഈ കവിയെ ഗിരീഷ് എന്ന് പറയുന്ന കവിയെ ഇന്നാണ് ഞാൻ കാണുന്നത്. ഇപ്പോഴാണ് ഈ വേദിയിൽ വെച്ചാണ് ഞാൻ പരിചയപ്പെടുന്നത്. ചില വേദികളൊക്കെ വളരെ അൺഎക്സ്പെക്റ്റഡാണ്. പെട്ടെന്ന് നമ്മളെ വിളിച്ച് വേദിയിലേക്ക് കയറ്റുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, വേദിയിലൊക്കെ കയറി നിന്ന് നമുക്ക് കളവ് പറയുക എന്ന് പറയുന്നതിനോട് തീരെ യോജിക്കാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വായിച്ച ഈ സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് ഞാൻ വായിച്ച ഒരു കവിതയെ ബേസ് ചെയ്തിട്ട് മാത്രം സംസാരിക്കാനാണ് എനിക്കിഷ്ടവും. ഞാൻ ഈ ഒരു പുസ്തകത്തിൽ വായിച്ച കവിത അമ്മയ്ക്കൊരു കടിതം, അമ്മയ്ക്കൊരു കത്ത് എന്ന് പറയുന്ന ഒരു കവിതയാണ്. 5ാം ക്ലാസ്സിലെ ഓണം പരീക്ഷയ്ക്ക് ആർക്കെങ്കിലും ഒരു കത്തെഴുതുവാൻ ഉള്ള ഒരു ചോദ്യം വന്ന സമയത്ത് മരിച്ചുപോയ അമ്മയ്ക്ക് ആ കുഞ്ഞെഴുതുന്ന കത്താണ് ഈ കവിതയുടെ പ്രമേയം എന്ന് പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ഭൂമിയിലെ മനുഷ്യന്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് അനാഥത്വമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ കവിത വായിച്ചപ്പോൾ എനിക്കിത് വായിക്കണ്ടായിരുന്നു എന്ന് പെട്ടെന്ന് തോന്നി. കാരണം അമ്മ മരിച്ചു പോയതാവട്ടെ, അമ്മയെ വിട്ടു നിൽക്കുന്ന കുഞ്ഞുങ്ങളാവട്ടെ, അതിൻ്റെ വേദന അങ്ങേയറ്റം അനുഭവിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. എല്ലാ വർഷവും നവംബർ 5 എന്ന് പറയുന്നത് എനിക്ക് എളുപ്പത്തിൽ കടന്നു പോകാൻ പറ്റാത്ത ഒരു ദിവസമാണ്. എൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാളാണ്. എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പോസ്റ്റായിട്ട് മാറാറുള്ളത് ആ കുഞ്ഞിൻ്റെ മോൻ്റെ പിറന്നാൾ ദിനത്തിന് ഞാൻ എഴുതുന്ന ആ ഒരു പോസ്റ്റായിരിക്കും. അപ്പോൾ ഇതെനിക്കൊരു വേദന കൂടെ തന്ന ഒരു കവിതയാണ്. അപ്പോൾ ആ കുഞ്ഞമ്മയ്ക്ക് കത്തെഴുതുമ്പോൾ അതിൽ ആ ബാല്യത്തിൻ്റെ എല്ലാ വേദനയും അതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ കുട്ടി പറയുന്നുണ്ട്, 2ാനമ്മ വന്നതിന് ശേഷം ഒരു കുഞ്ഞി പെങ്ങളുണ്ടാവുന്നു, പക്ഷെ ആ കുഞ്ഞിനൊപ്പം കളിക്കാനോ മിണ്ടാനോ ഒന്നും വീട്ടിൽ ആരും സമ്മതിക്കുന്നില്ല. വല്ലപ്പോഴും അച്ഛൻ വരും, അച്ഛനൊരു പുഞ്ചിരി സമ്മാനിക്കും, അമ്മയുമായി തിരക്കിലാവും, ഞാൻ മാഞ്ചോട്ടിൽ പോയി ഒറ്റയ്ക്കിരിക്കും, എൻ്റെ ഉള്ളിലെ സന്തോഷങ്ങളെല്ലാം ആ നിമിഷം കെട്ടുപോകും. എന്നിട്ട് ഈ കവിതയുടെ ഒടുക്കം കവി പറയുന്നുണ്ട്, ഈ കത്ത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊരു വണ്ടി പിടിച്ച് അമ്മ തിരിച്ച് വരണം. എനിക്കറിയാം, പക്ഷെ മറുപടി കത്ത് എഴുതാൻ അമ്മയ്ക്ക് അവിടെ ഓണപ്പരീക്ഷയില്ലല്ലോ എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അനാഥത്വം അത് മുന്നോട്ട് വെക്കുന്ന വേദന എത്രത്തോളം വലുതാണ് എന്ന്. അമ്മയില്ലാത്ത വീടുകളെല്ലാം വിളക്കണഞ്ഞ വീടുകളായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. അതുപോലെ ഈ പുസ്തകത്തിന്റെ തലക്കെട്ട് അരിക്കൊമ്പൻ എന്നുള്ളതാണ്. ഞാൻ വിശ്വസിക്കുന്നത് പ്രിയപ്പെട്ട കവി മനുഷ്യരോട് മാത്രമല്ല പ്രപഞ്ചത്തോട് മുഴുവൻ സ്നേഹമുള്ള ഒരാളാണ് എന്നുള്ളതാണ്. പ്രകൃതിയെ, മനുഷ്യനെ, ചുറ്റുമുള്ള സകല ജീവജാലങ്ങളെയും ഇതേപോലെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു കവിയിൽ ഞാൻ മനുഷ്യന്റെ എല്ലാ നന്മയും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരൊറ്റ കവിത വായിച്ചതുകൊണ്ട് എനിക്ക് പുസ്തകത്തിനെ കുറിച്ച് കൂടുതൽ പറയാൻ ഞാൻ ആളല്ല. എങ്കിൽ പോലും ഏറ്റവും ഗംഭീരമായിട്ട് മികച്ച കവിതകൾ എഴുതി കവിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. മറുപടി ശ്രീ ഗിരീഷ് പെരുവയൽ. അതിനു മുമ്പ് ഓക്കെ, താങ്ക് യു. മറുപടി ഗിരീഷ് പെരുവയൽ. സമയം അതിക്രമിച്ചിട്ടുണ്ട്. എൻ്റെ കവിതകളെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മറ്റുള്ള കാര്യങ്ങളൊന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ് അരിക്കൊമ്പനെ കുറിച്ച്. അരിക്കൊമ്പൻ ആദ്യം ചിന്നക്കനാല് അല്ലെങ്കിൽ ചാന്തമ്പാറയിൽ നിന്ന് കമ്പത്തേക്ക് പോകുന്നു, കമ്പത്തിറങ്ങുന്നു, കമ്പത്തിന് ശേഷം തിരുനെല്ലിക്ക് പോകുന്നു, അവിടെ ബഹളുണ്ടാക്കി അവിടെ ഇറങ്ങുന്നു. അതിനുശേഷം ഈ അരിക്കൊമ്പനെ നമ്മുടെ ഈ ഇന്റർനാഷണൽ അന്താരാഷ്ട്ര പുസ്തക മേളയിൽ കൊണ്ടുവന്നിട്ട് ഇറക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമുണ്ട്. ഈ അരിക്കൊമ്പൻ എന്ന ആന നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നു. അവൻ സഹിഷ്ണു നിറഞ്ഞായിരുന്നു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മാനവികത എന്ന് പറയുന്നത്
ബേസിക് അടിസ്ഥാനമായിട്ട് സഹിഷ്ണുതയാണ്. ആ സഹിഷ്ണുത വിട്ടിട്ട് നമ്മുടെ അധിനിവേശമാണ് എല്ലാ മേഖലയിലും നമ്മളെ പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ അതിലെ മറ്റുള്ള കവിതകളൊക്കെ അധിനിവേശത്തെക്കുറിച്ചാണ്. അത് നമ്മുടെ സാംസ്കാരിക ജീവിതത്തിലേക്കുള്ള അധിനിവേശം, ഭക്ഷണക്രമത്തിലേക്കുള്ള അധിനിവേശം, സ്നേഹത്തിലേക്കുള്ള അധിനിവേശം, അധിനിവേശത്തിൻ്റെ കവിതകൾ തന്നെ ഒരു 21 കവിതകളാണ് ഇതിലുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് വായിക്കണം, എല്ലാവരും എന്നെ പിന്തുണയ്ക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ശ്രീ KPK വേങ്ങരയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം KN സാർ ഒന്ന് അനുഗ്രഹിക്കണം വേദിയിൽ. ഏറെ സ്നേഹം സാർ. ഓക്കെ, ഓർമ്മയിലെ ഒരു ധന്യമായ സായാഹ്നം സമ്മാനിച്ച സദസ്സിനും വേദിക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പിരിയുന്നു. ശുഭരാത്രി.